ഭാരതാംബ രാജ്യത്തിന്റെ ഏകതയുടെ പ്രതീകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജ്ഭവനിലെ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നത് തുടരും. ഈ വിഷയം വിശദമായി നമുക്ക് പരിശോധിക്കാം, ചർച്ച ചെയ്യാം, പ്രതികരണങ്ങൾ എടുക്കാം. അതിനു മുമ്പ് എന്താണ് യഥാർത്ഥ ഭാരതമാതാ സങ്കല്പം? ഇന്ത്യയിൽ എന്നു മുതലാണ് ഭാരതമാതാ സങ്കല്പം പ്രചാരം നേടിയത്? ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. രാജ്ഭവനിൽ ഭാരത് മാതാ ചിത്രം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ തർക്ക വിഷയം. ഗവർണറുടെ ഭാരത് മാതാ RSSന്റേതാണെന്ന് സർക്കാരും നിലപാടിൽ മാറ്റമില്ലെന്ന് ഗവർണറും വ്യക്തമാക്കുന്നു. എന്താണ് ശരിക്കും ഈ ഭാരത് മാതാ സങ്കല്പം? ഇന്ത്യയിൽ അങ്ങനെയൊരു സങ്കല്പം ഉണ്ടായിരുന്നു. നോക്കാം. ചരിത്രം ചികഞ്ഞാൽ 1800കളിലാണ് ഭാരത് മാതാ എന്ന പ്രയോഗം ആദ്യമായി മൂർത്തരൂപത്തിൽ ആവിർഭാവം ചെയ്തത് എന്ന് കാണാം. 1873 കിരൺ ചന്ദ്ര ബാനർജി രൂപം നൽകിയ ഭാരത് മാതാ എന്ന നാടകം ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാം. ബംഗാളി ഭാഷയിലെ ആനന്ദമഠം എന്ന നോവലിലൂടെയാണ് ഭാരത് മാതാ എന്ന പ്രയോഗം ജനപ്രിയമാകുന്നത്. വന്ദേമാതരം എന്ന ഗാനത്തിൽ അവസാന ഭാഗത്ത് ഹിന്ദു ദേവതകളായ ദുർഗ, കാളി എന്നിവരിൽ നിന്ന് വേർതിരിക്കാനാവാത്ത ഒരു രൂപത്തിൽ ഭാരതാംബയെ ചിത്രീകരിക്കുന്നുണ്ട്. 1904 അബനീന്ദ്രനാഥ ടാഗോർ ഹിന്ദു ദേവതകളുടെ സാദൃശ്യമുള്ള രീതിയിൽ 4 കൈകളുള്ള ദേവതയായി ഭാരത് മാതയെ വരച്ചു. കാവ്യ വസ്ത്രം ധരിച്ച ദൈവീക സങ്കല്പം ആയിരുന്നു ആ ചിത്രത്തിന് ഉണ്ടായിരുന്നത്. പൗരാണിക കാലം മുതൽ ഭാരതത്തെ മാതാവായി കാണുന്ന രീതി പിന്തുടർന്നു പോന്നിരുന്നു എന്ന് ഹിന്ദു ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ എന്ന വേദങ്ങളിൽ പറയുന്ന സങ്കല്പം തന്നെ ഇതിന് ഉദാഹരണമാണ്. 1909 കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ തമിഴ് ഭാഷാ മാസികയായ വിജയയുടെ കവറിൽ ഭാരത് മാതയെ ചിത്രീകരിച്ചു. തുടർന്നുള്ള ദശകങ്ങളിൽ വിവിധ രീതിയിലുള്ള ഭാരത് മാതാ ചിത്രങ്ങൾ ഇന്ത്യയിലുടനീളം പ്രചരിക്കപ്പെട്ടു. മാസികകൾ, പോസ്റ്ററുകൾ, കലണ്ടറുകൾ എന്നിവയിൽ ഇന്ത്യൻ ദേശീയതയുടെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും പ്രതീകമായി ഭാരത് മാതാ ചിത്രങ്ങൾ മാറി. ഇന്ത്യയിൽ പല ഭാഗത്തും ഭാരത് മാതാ ക്ഷേത്രങ്ങളുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ആദ്യത്തേത് 1936 വാരണാസിയിൽ സാക്ഷാൽ മഹാത്മാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. സ്വാതന്ത്ര്യ സമര പോരാട്ടം കൊടുമ്പിരി കൊണ്ട 1920കളിൽ ഭാരത് മാതാ സങ്കല്പത്തിന് രാഷ്ട്രീയ മുഖം കൂടി കൈവന്നു. മഹാത്മാഗാന്ധിയുടെയും ഭഗത് സിംഗിന്റെയും ചിത്രങ്ങൾ ഉൾപ്പെടെ ഭാരതമാതാവിനൊപ്പം ഇടം പിടിച്ചു. വിനായക് ദാമോദർ സവർക്കർ അടക്കമുള്ള ദേശീയവാദികളും RSS പോലെയുള്ള സംഘടനകളും ഭാരത് മാതാ സങ്കല്പത്തിന് തങ്ങളുടേതായ രീതിയിൽ പ്രചാരണം നൽകി. ഇങ്ങനെ പല കാലങ്ങളിൽ പല ഘട്ടങ്ങളിൽ വിവിധങ്ങളായ രൂപങ്ങളിൽ ഭാരത് മാതാ സങ്കല്പം ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാം. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഊർജം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാരത് മാതാ സങ്കല്പം പ്രചരിക്കപ്പെട്ടത്. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ 10,000 അത് ഏറ്റെടുക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം പകർന്ന ഊർജവും ചെറുതല്ല. വന്ന വഴി മറക്കരുത് എന്ന് മാത്രമാണ് രാഷ്ട്രീയ നേതൃത്വത്തോട് പറയാനുള്ളത്. ക്യാമറാമാൻ ഉണ്ണിക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.